അപ്പോൾ പാലക്കാട്ടേക്ക് നമ്മളൊന്ന് പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണം എവിടെ വരെ എത്തി? അല്ലമീൻ ചേരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം. ഗുഡ് മോർണിംഗ് അല്ലമീൻ. ഗുഡ് മോർണിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ലമീൻ, രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കൂ, ഇന്ന് നിശബ്ദ പ്രചരണമാണ്, പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനാണ്, ഈ വേഗത മതിയോ? വേഗതയ്ക്കൊന്നും കുറവില്ല അരുൺകുമാർ. രാവിലെ ബുള്ളറ്റ് വിട്ടതുപോലെ ഓടിപ്പായുകയാണ്. ചീറിപ്പാഞ്ഞുകൊണ്ടാണ് രാഹുൽ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ യാക്കര ഭാഗത്ത് വീടുകൾ കയറി വോട്ട് ചോദിക്കുകയാണ്. ഈ അവസാന ദിവസമായതുകൊണ്ടും നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായതുകൊണ്ടും നാളെ വോട്ടെടുപ്പ് ആയതുകൊണ്ടൊക്കെ തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗ്രഹസമ്പർക്കമാണ് പ്രധാനമായും നടക്കുന്നത്. അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ എത്തിയ ആളുകളെയൊക്കെ നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. രാഹുലെ ഈ കൂടെ ഉള്ള ആളുകൾ, ഈ പ്രദേശത്തെ ആളുകളാണ് രാഹുലിനെ ഈ വീടുകൾ കയറ്റാനായി കൊണ്ടുപോകുന്നത്. അപ്പോൾ അവർ പിടിച്ച് വലിച്ചു കൊണ്ട് ഓടുകയാണ്. കാരണം എത്തിപ്പെടാനുള്ള വീടുകൾ ഒരുപാടുള്ളതുകൊണ്ട് അവിടേക്ക് അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ രാഹുൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിരവധി വീടുകൾ ഈ അവസാന മണിക്കൂർ ആയതുകൊണ്ട് അരുൺകുമാർ നമുക്ക് അറിയാവുന്നതാണ്, പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമുക്ക് രാഹുലിന്റെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോവുകയും ചെയ്യും. ഈ അവസാന മണിക്കൂറിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യത്തിൽ രാഹുലിന്റെ ഒരു പ്രതികരണവും പ്രധാനമാണ്. അന്തം വിട്ട ഓട്ടമാണ് ഇന്നിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈ വോട്ടെടുപ്പിൽ രാഹുൽ ഈ അവസാന ദിവസം ഈ വല്ലാത്ത ഓട്ടമാണല്ലോ ഓടുന്നത്. വല്ലാത്ത ഓട്ടമൊന്നുമില്ല, ജനകീയമായ ഓട്ടമാണ്. ജനങ്ങളിലേക്ക് ഓടിക്കയറുകയാണ്. ഈ ഓട്ടം നിയമസഭയിൽ അവസാനിക്കും. തിരുവനന്തപുരത്തേക്കുള്ള ഓട്ടമാണിത്. നിയമസഭയിലേക്ക് പാലക്കാടിന്റെ ഒരു കുതിപ്പുണ്ടാകും. ആ കുതിപ്പിന്റെ ഭാഗമാകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. വിട്ടുപോയ വീടുകളാണോ അതോ കുറച്ച് സമയം വന്ന വീടുകളിലൊക്കെയാണോ അപ്പോൾ വോട്ട് ചോദിക്കുന്നത്? വിട്ടുപോയ സ്ഥലങ്ങളല്ല, നമുക്ക് ഏതാണ്ട് ആ ഒരു അത്യാഹിതം ഉണ്ടാക്കണ്ട. ഏതാണ്ട് ഒരു 2 ലക്ഷത്തിനടുത്ത് വോട്ടർമാരുണ്ട്. അപ്പൊ പ്രായോഗികമായി എല്ലാവരെയും നേരി കാണൽ കഴിയില്ല. ഈ നോക്കി ഈ 34 ദിവസവും ഞാൻ പരമാവധി ആളുകളെ കാണാനുള്ള ശ്രമം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കുറേ ആളുകൾ സ്വാഭാവികമായിട്ട് മിസ്സാവുമല്ലോ. അപ്പം ആ ആളുകളൊക്കെ കാണാനുള്ള ശ്രമമാണ്. പിന്നെ ചില ആളുകൾ ഇങ്ങനെ സ്നേഹത്തോടെ പരിഭവം പറയും, പിന്നെ കണ്ടില്ല, നേരിട്ട് കാണാൻ പറ്റിയില്ല. ഒന്നും നേരിട്ട് കാണില്ല, പ്രായോഗികമായിട്ടുള്ളൊരു പ്രയാസമുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത്, ഒരവസരം തന്നാൽ ഈ ഒരു 1.5 കൊല്ലം കൊണ്ട് ഈ മുഴുവൻ മനുഷ്യന്മാരെ കാണും. 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഴുവൻ മനുഷ്യന്മാരെ കാണുമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം അത് സ്നേഹത്തോടുള്ള ഇതാട്ടോ, ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം പറയുന്നുണ്ട്, താല്പര്യം പറയുന്നുണ്ട്. അത് നമ്മളെന്തോ വലിയ ആളായിട്ടല്ല, അവരുടെ സ്ഥാനാർത്ഥിയാണല്ലോ. വ്യാജ വോട്ടറും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ എങ്ങനെ കാണുന്നത്? ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി രാഹുലിന് പറഞ്ഞു പോകാൻ പറ്റില്ലായിരുന്നു കുമാർ. കാരണം ഈ വോട്ടർമാരെയാണ് ഇന്നിപ്പോൾ പ്രധാനം. ഈ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളൊക്കെ അതൊക്കെ അത് ഉന്നയിക്കാന്നാണവില്ലേ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്നുള്ളത് എൻ്റെ ചോദ്യം. ഒന്ന്, എനിക്കെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഏതെങ്കിലും ഒരു ആരോപണം വന്നിട്ടില്ല. എനിക്കെതിരായിട്ട് വ്യക്തിപരമായി ഇവർ പറയുന്ന പരാതിയല്ലാതെ എനിക്കെതിരായിട്ട് ഇതുവരെ എന്തെങ്കിലും ഒരു തെളിവോ എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ? 12 മാസമായി. 12 മാസം കഴിഞ്ഞിട്ട് ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെ തലേ ദിവസം വന്നിട്ട് ഇത്തരം വാർത്തകളൊക്കെ ഉണ്ടാക്കുമ്പോൾ സന്ദേശം സിനിമയ്ക്ക് എന്നേ ഇറങ്ങിപ്പോയതുകൊണ്ട് വർക്കൗട്ടാവില്ല. ഗംഭീരായില്ലേ? അങ്ങനെ ആ ഒരു ആവശ്യം, ഇന്നലത്തെ ഗംഭീരമായ കലാശക്കൊട്ടിൻ്റെയൊക്കെ ഒരു ആവേശത്തിൽ തന്നെയാണ് പരമാവധി വോട്ടർമാരെ ഓടിക്കാണുക. എല്ലാവരെയും കാണാനാവില്ല. അപ്പോൾ വിജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ശേഷിക്കുന്ന ടൈമിൽ കൂടുതൽ ആളുകളെ നേരിട്ട് കാണാമെന്നുള്ള ഉറപ്പ് കൂടി നൽകിയാണ് രാഹുൽ ഇപ്പോൾ പ്രചരണ രംഗത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ, ഈ പ്രദേശം കഴിഞ്ഞാൽ, ഈ അക്കര ഭാഗം കഴിഞ്ഞാൽ മറ്റിടങ്ങളിലേക്ക് കൂടി അങ്ങനെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തും പ്രാദേശിക നേതാക്കൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സ്ഥാനാർത്ഥി വരുന്നതിനായി. സ്ഥാനാർത്ഥി അങ്ങനെ എത്തിയിട്ട് അവരുടെ മേഖലകളിൽ കുറച്ചുകൂടി സമയം അവിടെ ചിലവഴിപ്പിക്കാൻ, ഈ അവസാന മണിക്കൂറിൽ അവിടെ കുറച്ചുകൂടി ചിലവഴിക്കാനുള്ള ഒരു ഇടപെടലാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനുവേണ്ടിയുള്ള വല്ലാത്ത ഓട്ടമാണ്. രാഹുലിന് ഇവിടെ വോട്ടില്ല. അതുകൊണ്ട് നാളെ രാവിലെ 5:30 മുതൽ തന്നെ ഇറങ്ങി ഓരോ ബൂത്തുകളും സന്ദർശിക്കുന്ന രീതിയിലാണ് നാളത്തെ ക്രമീകരണങ്ങൾ. ഇന്ന് നേതാക്കന്മാരൊക്കെ രാഹുലും ഷാഫി ഇന്നിപ്പോൾ ഈ പ്രചരണത്തിന് കൂടെ ഇല്ല. തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ ഓടാൻ നിന്ന് നമുക്ക് നേരെ ഓടാം. നമ്മുടെ ക്യാമറാമാനെ റിവേഴ്സ് ഗിയറിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ തലയും കുത്തി വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് സ്ലോയിൽ ആക്കാൻ നോക്കി, പക്ഷെ നമുക്ക് അങ്ങനെ അധികം പിടിച്ച് നിർത്താനാവില്ല. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ ഷനിൽ കണ്ണനാണ്. പുള്ളി ഇപ്പോൾ ഒരു ഷൂസ് എത്രയോ കിലോമീറ്റർ അപ്പുറത്തെ ആ ഓടിപ്പോകുന്ന ചേട്ടൻ ഷനിലിൻ്റെ ഷൂസ് എടുക്കാൻ വേണ്ടി ഓടിപ്പോവാണ്. ഒരു കാലിൽ ഷൂ ഉണ്ട്, ഒരു കാലിൽ ഷൂ ഇല്ലാത്ത രീതിയിലാണ് ക്യാമറാമാൻ നിൽക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് റിവേഴ്സ് ഗിയറിട്ട് പോകുമ്പോൾ സാഹചര്യം. ഏതായാലും രാഹുൽ ഓടുവാണ്, മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നെന്തായാലും ആ തരത്തിലാണ് ഇന്നത്തെ തിരക്ക് പിടിച്ച പ്രചരണം UDF ക്യാമ്പ്
ആസൂത്രണം ചെയ്തിട്ടുള്ളത് അരുൺകുമാർ. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ആത്മവിശ്വാസമുണ്ട്. UDF ക്യാമ്പിലും ആ ആത്മവിശ്വാസത്തിന്റെ ഉണർവ് കാണാൻ സാധിക്കും. ഒരു പ്രേക്ഷകൻ പറയുന്നത് പോലെ, ഇന്നലെ VD സതീശൻ പറഞ്ഞതുപോലെ ആ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് VD സതീശൻ പറയുമ്പോൾ അതിലൊരു ആത്മവിശ്വാസമുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസം ഉള്ളിൽ പ്രകടമാകുന്നുണ്ട്. എന്നാൽ അതേസമയം അടിയൊഴുക്കുകൾ നിർണായകമാണ് എന്നത് കോൺഗ്രസ് ക്യാമ്പിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.